സാർ, ഇപ്പോൾ എൻ്റെ ഒരു സംശയമാണ്. ബാങ്ക് ശരിക്കും നിൽക്കുന്നത് സർവീസ് കൊടുക്കാനുണ്ട്, അത് വലിപ്പച്ചെറുപ്പമില്ലാതെ സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബാങ്ക് ഒരു ലോൺ കൊടുക്കുന്നു, ഒരു കോർപ്പറേറ്റിനും അതുപോലെ ഒരു സംരംഭകനും ലോൺ കൊടുക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരെയും പരിഗണിക്കുന്നത് ഒരുപോലെയാണോ? അല്ല, പരിഗണന എല്ലാവരോടും ഒരുപോലെ ആയിരിക്കും. പക്ഷേ ഒരു ലോൺ സാങ്ഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലാണെന്ന് വിചാരിക്കുക, ഒരു കമ്പനി ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ അവരൊരു കമ്പനി ഫോം ചെയ്തിട്ട് ആ കമ്പനിക്ക് വേണ്ടിയാണ് ലോൺ ചെയ്യണമെന്ന് വയ്ക്കുക. ശരിക്കും ബാങ്കിനെ സംബന്ധിച്ച് ഒരു ധനകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച് എപ്പോഴും ഒരു കോർപ്പറേറ്റിനായിരിക്കും. കോർപ്പറേറ്റ് എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയുള്ള അതിന് മേലെയുള്ളത്, ഇപ്പോൾ ലിമിറ്റഡ് കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ഫണ്ട് ചെയ്യാനായിരിക്കും ബാങ്കിന് താല്പര്യം. അത് ഡെലിഗേഷനും അവർക്ക് അതിനായിരിക്കും കൂടുതൽ. ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു റീജിയണൽ മാനേജർ കമ്മിറ്റിക്ക് 15 കോടി വരെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പാസ്സാക്കാം, 10 കോടി വരെ പാർട്ണർഷിപ്പിന് ആണെങ്കിൽ പാസ്സാക്കാം, 7.5 കോടി വരെ ഇൻഡിവിജ്വലും പാസ്സാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും ഇതാണ് റിയാലിറ്റി. പക്ഷേ ഇത് എല്ലാ ബാങ്കിനും ഇതുപോലെയല്ല. ഇപ്പോൾ പക്ഷേ മറ്റ് ഈ ന്യൂ ജനറേഷൻ ബാങ്കിനും അതുപോലെ ചിലപ്പോൾ പക്ഷേ ഷെഡ്യൂൾഡ് ബാങ്ക് ഇങ്ങനെയല്ല. ഇപ്പോൾ നല്ല ഒരു പ്രൊജക്റ്റാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ മറ്റ് ബാങ്കുകൾ, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയാലും പ്രൊജക്റ്റാണ് നോക്കുന്നത്. പക്ഷേ ഈ പ്രൊജക്റ്റ് ആണെങ്കിൽ കൂടിയും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ ഡെലിഗേഷൻ, ഓരോ കമ്മിറ്റിക്കുള്ള ഡെലിഗേഷൻ, അത് ഫുൾ ഡെലിഗേഷൻ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഇപ്പോൾ 100 കോടി പാസ്സാക്കാവുന്ന കമ്മിറ്റിക്ക്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് 100 കോടി പാസ്സാക്കാം. അത് പ്രൊപ്പറേറ്ററി ആണെങ്കിൽ മാക്സിമം ചിലപ്പോൾ ഒരു വർഷം പോകാൻ പറ്റുന്നത് 20 കോടി ആയിരിക്കും. അതിന് മേലെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കിയേ പറ്റൂ. ഇപ്പോൾ ആ ഒരു ഇതുണ്ട് കാഴ്ചപ്പാട്. കാരണം ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ കംപ്ലയിൻസ് ലെവലൊക്കെ കൂടുതലായിരിക്കും. അവർക്ക് തോന്നിയ പോലെ പൈസ ഒന്നും അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു പൈസ ആവശ്യമില്ലാതെ പിൻവലിച്ച് കഴിഞ്ഞാൽ ഡീമിഡ് ഡിവിഡൻഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പ്രൊപ്പറേറ്ററി സ്ഥാപനം, ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവന് കുറച്ചും കൂടി ഒരു റിലാക്സ്, മീൻസ് അവന് പൈസ എടുത്ത് ഈ ഡിവിഡൻറ്റിൻ്റെ ഒരു ആംഗിൾ വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇതുകൊണ്ട് നമുക്ക് എപ്പോഴും ബാങ്ക് താല്പര്യപ്പെടുന്നത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയി അല്ലെങ്കിൽ കോർപ്പറേറ്റിന് കൊടുക്കാനാണ്, ആവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്ന് വിചാരിച്ച് ഒരു പ്രൊപ്പറേറ്ററി സ്ഥാപനം, നല്ലൊരു നല്ല പ്രൊജക്റ്റ്, അയാൾ പ്രൊപ്പറേറ്ററി സ്ഥാപനമാണ് ചെയ്യാൻ പോകുന്നത്, അവർക്ക് ബാങ്ക് കോർപ്പറേറ്റ് കൊടുക്കും. പക്ഷെ അവർ സജസ്റ്റ് ചെയ്യും ഇങ്ങനെ ആയിക്കൂടെ. ഇനിയിപ്പോൾ അയാൾക്ക് തന്നെ ഇപ്പോൾ ഒരാൾക്ക് തന്നെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 മാൻ കമ്പനിയൊക്കെ ഉണ്ട്, 1 പേഴ്സൺ കമ്പനി. അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഇപ്പം മിക്കവാറും ഞാനിപ്പോൾ കണ്ടുവരുന്നത് ഒരു 99% വ്യക്തികളും അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് വരുന്നത്. പ്രൊപ്പറേറ്ററി സ്ഥാപനം അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഒന്നും അധികം ആൾക്കാർ ഇതിന് രണ്ടിനും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇപ്പോൾ ലോണിനായിട്ട് ഇപ്പോൾ സാറിനെ അല്ലെങ്കിൽ സാറിൻ്റെ സ്ഥാപനത്തെ കൂടുതലായിട്ട് അപ്രോച്ച് ചെയ്യുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ബാങ്കിൻ്റെ പരിഗണനയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എൻ്റേതായിട്ടുള്ളൊരു സംശയമാണ്, വേറൊരു സംശയം കൂടിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോൺ എടുത്തു, ആ ലോണിൻ്റെ അടവ് മുടങ്ങി കഴിച്ചിട്ട് ബാങ്കിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഒരു റിയാക്ഷനൊക്കെ വളരെ അതികഠിനം തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, ഇപ്പോൾ വിജയ് മല്യ അടക്കമുള്ളവർ പല കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ട് ഇപ്പോൾ വളരെ സുഖമായിട്ട് സന്തോഷത്തോടെ മറ്റൊരു രാജ്യത്ത് കഴിയുന്നു. പക്ഷെ അവരോടുള്ള അപ്രോച്ച് വേറെ രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 2 തട്ടിൽ കാണുന്നൊരു സമീപനം ശരിയാണോ? ഇത് സന്തോഷത്തോടെ കഴിയുന്നു എന്നുള്ളത് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. ഇപ്പോൾ വിജയ് മല്യ അല്ലെങ്കിൽ നീരവ് മോദി എന്നെ ഉദ്ദേശിച്ചിട്ടാണ് സുജീഷ് അത് പറയുന്നുണ്ടെങ്കിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ മീഡിയ കാണുന്ന പോലെ ഇവർ പറ്റിച്ചു പോയി, നീരവ് മോദി പറ്റിച്ചു പോയി. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു അവസരം കൊടുക്കാമായിരുന്നില്ലേ എന്ന് ഞാൻ ചിന്തിച്ച്, അവരെ ഓടിച്ചുവിടാണ് ചെയ്തതെന്ന് ഞാൻ പറയുള്ളൂ. അതേസമയത്ത് ഇതേപോലെ തന്നെ വരാവുന്ന ഒരു സ്ഥാപനമായിരുന്നു റിലയൻസ് അനിൽ അംബാനി. പക്ഷേ ഇവിടെ പുള്ളി പയ്യെ കയറി വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. കാര്യം റിലയൻസ് പവറൊക്കെ നന്നായി വരുന്ന പോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ അവർ ഓടിപ്പോയതല്ല, അവരെ മിക്കവാറും ഓടിച്ചു വിട്ടതാണ്, ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ വെച്ച് ഓടിച്ചു വിട്ടതാണ്. പക്ഷേ അവർക്ക് ഇവിടെ ഒരു അവസരം കൊടുക്കാമായിരുന്നില്ലേ? ഇപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ, അതായത് ഇവിടുത്തെ ജനങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ കസ്റ്റമേഴ്സ്, ഈ ലോൺ എടുത്തിരുന്ന ആൾക്കാർ, അവരൊന്നും പറ്റിച്ചൊന്നും പോണതൊന്നുമില്ല. അവർ പലിശ കൊടുത്തും അവർ അവർ സാലറി കൊടുത്തുമാണ് അവർ തീർന്നേക്കുന്നത്. അവർ വിചാരിച്ച പോലെ ചിലപ്പോൾ ഇപ്പോൾ വിജയ് മല്യ ചിലപ്പോൾ 1-2 തീരുമാനം തെറ്റിപ്പോയിട്ടുണ്ടാകും ഇദ്ദേഹത്തിന്. ഈ തീരുമാനം തെറ്റിപ്പോയി കഴിഞ്ഞപ്പോൾ അയാളുടെ ക്യാഷ് ഫ്ലോനെ ബാധിച്ചിട്ടുണ്ടാകും.
അപ്പോഴേക്കും ഇവിടെ പത്രക്കാർ വിജയമല പൊട്ടി. അപ്പോൾ അയാൾ നിർബന്ധിതനാവണമെന്ന് ഓടിപ്പോയി. അയാൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സുജീഷ്, അയാൾ ഇന്ത്യയിൽ ജീവിച്ചത്രയും സന്തോഷത്തോടെ ആയിരിക്കില്ല അവിടെ ജീവിക്കുന്നത്. അത് ഞാൻ സുജീഷ് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ച് തരികയില്ല. നീരവ് മോദി ആയിക്കോട്ടെ, ഒരിക്കലും ഇന്ത്യയിൽ ജീവിച്ച പോലെ ആയിരിക്കില്ല അവർ ജീവിക്കുന്നത്. അവർ ഗതികെട്ട് നാട് വിട്ട് പോയതാണ്. ബാങ്ക് അവർ രണ്ടുപേരെയും രണ്ട് തട്ടിലല്ലേ കാണുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, ബാങ്ക് രണ്ടുപേരെയും അങ്ങനെ പറയാൻ പറ്റില്ല. ബാങ്ക് ഇപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 10,000 കോടി ലോൺ എടുത്ത ആളോട് കാണിക്കുന്ന അപ്രോച്ച് ചിലപ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ലോൺ എടുത്ത ആൾക്കാരുടെ ചിലപ്പോൾ ഒരു പക്ഷേ ഈ 1 ലക്ഷം 10 ലക്ഷം ലോൺ എടുത്ത ആൾ ചിലപ്പോൾ ഒരു പക്ഷേ ധരിക്കുന്നത് എന്നെ കൂടുതൽ പേടിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ 10,000 കോടി ലോൺ എടുത്തവൻ അവന് അതിനുള്ള മെക്കാനിസം കാണും, അവന് അതിനെ പ്രതിരോധിക്കാനുള്ള അഡ്വക്കേറ്റ്മാരും മറ്റുള്ളത് കാണും. ബാങ്ക് അങ്ങനെ ഒരു എടുക്കുന്ന ഒരു മെഷർ, തിരിച്ചു പിടിക്കാനുള്ള മെഷർ, അത് ചെറുതും വലുതൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ ഒരു പക്ഷേ പേടിപ്പിച്ചാൽ പേടിക്കണമെന്നില്ല മറ്റവർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം നമ്മൾ ചെറിയൊരു ലോൺ എടുക്കണമെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ബാങ്ക് പേടിപ്പിക്കുമ്പോൾ പേടിച്ചു പോകും. അല്ല, ഇത് പേടിക്കണമല്ലോ, അല്ലെങ്കിൽ എന്താ കുഴപ്പമില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് തിരിച്ച് ബാങ്കിൽ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടണമല്ലോ. നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചൊരു കാര്യമാണ്, ലോൺ എടുത്തു, അത് അവൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല, മുടങ്ങണ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അവനൊന്ന് ഇരുന്ന് ചിന്തിക്കണം, ഇനി ഞാൻ ലോൺ എടുത്ത് ഈ കടം തീർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോൺ പിന്നെ കൂടി 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 പോവുള്ളൂ, അല്ലേ? അങ്ങനെ സംഭവിക്കുക. അപ്പോൾ അവൻ ചിന്തിക്കണം, ഇത് ഇവിടെ വെച്ച് നിർത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിന് പൈസ കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ബാങ്കിന് പൈസ കൊടുക്കണം. ഒരു പക്ഷേ അവൻ ഇരുന്നിരുന്ന വീട് വിൽക്കേണ്ടി വരും, ചിലപ്പോൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ ആ ഇരുന്നിരുന്ന വീട് അത് ബാങ്ക് കൊണ്ടുപോയേക്കാം. ഏറ്റവും അവസാനം സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ അത് ബാങ്ക് ജപ്തി ചെയ്യുക എന്നുള്ളതാണ്. അതെ അതെ അതെ, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് അവൻ മാനസികമായിട്ട് തയ്യാറായിട്ട് അവൻ്റെ ജീവിതം അവിടെ കഴിഞ്ഞിട്ടൊന്നുമില്ല. അവൻ്റെ ജീവിതം അവൻ ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ലോൺ എടുക്കാതെ തന്നെ എന്ത് ചെയ്യാൻ കഴിയും? ബാങ്കിനോട് നല്ല രീതിയിൽ സംസാരിക്കുക. ചില ആൾക്കാർ മുടങ്ങിക്കഴിഞ്ഞാൽ ബാങ്കായിട്ട് ഒടക്കാണ് അന്ന് കാണിക്കുക, അപ്പോൾ ബാങ്കിന് വാശി കയറും. എനിക്ക് എൻ്റെ അനുഭവത്തിൽ എൻ്റെ പരിചയമുള്ള നല്ലൊരു വലിയൊരു ഗ്രൂപ്പുണ്ട്. അവർക്കൊരു സാമ്പത്തികമായിട്ട് അവർ പെട്ടെന്ന് തകർന്നുപോയി, പ്രതീക്ഷിക്കാതെ തകർന്നുപോയി. ഇന്ന് വരെയും ഒരു 6 വർഷമായി അവർക്ക് തകർച്ച നേരിട്ടിട്ട്. ഇന്ന് വരെയും ബാങ്ക് അവർക്കെതിരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. കാരണം അവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിനോട് നല്ല രീതിയിൽ സംസാരിക്കും, പറ്റാവുന്ന പ്രോപ്പർട്ടികൾ വിൽക്കാനോ ബാങ്കിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് ഇതുപോലെ തന്നെ വേറെ പല ക്ലയൻസിനും നമുക്കറിയാം, ബാങ്ക് പോയിട്ട് ഇപ്പോൾ ഹോട്ടലിലൊക്കെ ഈ ഹോട്ടലൊക്കെ ജപ്തി ചെയ്യണമെങ്കിൽ വലിയ പാടാണ്. അവിടെ വല്ല റൂമിലാരും താമസിക്കുന്ന അവരെ പെട്ടെന്ന് ഇറക്കി വിടാൻ പറ്റില്ല. ബാങ്ക് എല്ലാ റൂമിലും പോയി റൂം ബുക്ക് ചെയ്തിട്ട് വളരെ അതിസാഹസമായിട്ട് ആ ഹോട്ടൽ ബുക്ക് ചെയ്ത കഥകളൊക്കെ ഉണ്ട്. അത് വാശി പിടിപ്പിച്ചിട്ടാണ് ഈ ബാങ്കിനെ. അപ്പോൾ വാശി പിടിപ്പിക്കാതെ ഇതിപ്പോൾ ഞാൻ പറയട്ടെ, ഈ ഉദ്യോഗസ്ഥർ ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥരൊന്നും ഒരിക്കലും അവർ എന്താ പറയുക ഹൃദയശൂന്യരൊന്നും, അവർക്കും വിഷമങ്ങളുണ്ട്. അവരുടെ ജോലി ഇതാണ്. അവർ ചിലപ്പോൾ ഒരു വർഷത്തിലായിട്ട് സംസാരിക്കും, പക്ഷേ അവരോട് സൊല്യൂഷൻ ചോദിച്ചാൽ അവർ മാക്സിമം ഹെൽപ്പ് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്.